അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മനഃശാസ്ത്ര പഠനം അധ്യായം 12 ഭാഗം 1. വിഷയം കുട്ടികളുടെ അഭിരുചി അറിയുക. കുട്ടികളുടെ സ്റ്റേജുകൾ 3 ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് 7 വയസ്സ് വരെ, രണ്ടാമത്തേത് 8 മുതൽ 14 വയസ്സ്, മൂന്നാമത്തേത് 15, 21 വരെയാണ് കുട്ടികളുടെ അവർ നേരെയാവാനും മോശമാവാനും ഒക്കെയുള്ള കാലയളവ്. ഇതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് 7 വയസ്സ് വരെ എന്ന് പറഞ്ഞു. 7 വയസ്സിന് ശേഷം 14 വയസ്സ് വരെയാണ് കുട്ടികൾ പഠനങ്ങളും കളിയും വിനോദവും ചിന്താധാരകളും ചിന്തയും ഇങ്ങനെ പല വിഷയങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നാം അറിയേണ്ടത്, കുട്ടികൾ നമ്മുടെ മക്കളായാലും അതേപോലെ ശിഷ്യന്മാരായാലും ഒക്കെ അവരുടെ അഭിരുചി എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, ഇത് അറിഞ്ഞുകൊണ്ട് വേണം നാം കാര്യങ്ങൾ തീരുമാനിക്കാനും പ്രവർത്തിക്കാനും. പഠന വിഷയമാകുമ്പോൾ ഏത് വിഷയം പഠിക്കാനാണ്, എങ്ങനെ പഠിക്കാനാണ്, ഏത് രൂപത്തിൽ പഠിക്കാനാണ് താല്പര്യം, ആ ഒരു വിഷയം അറിഞ്ഞേ പറ്റൂ. അതേപോലെ തന്നെ കുട്ടികളുടെ മക്കളുടെ കളി വിനോദങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ മനുഷ്യർ മോശമാകുന്ന കളികളാണോ വിനോദങ്ങളാണോ അവർക്ക് താല്പര്യമുള്ളത്? അവരുടെ കളിയും വിനോദവും കൊണ്ട് അവരുടെ പഠന വിഷയങ്ങൾ മോശമാവുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളും അധ്യാപകരും അറിയേണ്ടത്. അപ്പോൾ കുട്ടികളുടെ മാനസികമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. അങ്ങനെ നാം കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ആളായി മാറുക. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഒരു 30, 40, 50 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുതിർന്നവർ പറയുന്നത് പോലെ അനുസരിക്കുന്ന സ്വഭാവ രീതിയായിരുന്നു മുമ്പൊക്കെ. ഇപ്പം നേരെ മറിഞ്ഞു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുട്ടികൾ ഏത് രൂപത്തിലാണോ ഇഷ്ടപ്പെടുന്നത്, അവർ എങ്ങനെയാണോ ജീവിക്കുന്നത്, അവർ എങ്ങനെയാണോ കളിക്കുന്നത്, അവർ എങ്ങനെയാണോ പഠിക്കുന്നത്, അവർ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അവർ എങ്ങനെയാണോ പെരുമാറുന്നത്, ഈ രൂപത്തിനൊത്ത് രക്ഷിതാക്കളും അധ്യാപകരും മുതിർന്നവരും മാറേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ, മക്കൾ, അവരുടെ ചിന്താധാരകളും അവരുടെ പ്രവർത്തനങ്ങളും വഴിതെറ്റിപ്പോകുന്നുണ്ടോ, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചിന്താഗതികളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം, ഒരു അസുഖം വന്നു, ഒരു കുട്ടിക്കൊരു അസുഖം വന്നു, രോഗിയായി. ഒരു ഗുളിക കൊണ്ട് കൊടുത്താൽ ആ കുട്ടി അത് കഴിക്കുന്നില്ല, ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പഴം കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്താക്കണം നമ്മൾ? ആ പഴത്തിൻ്റെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന സാധനം കൊണ്ട് വെക്കുക.
എന്നിട്ട് കുട്ടിക്ക് തിന്നാൻ കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. അപ്പം ഇതേപോലെയുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് പ്രത്യക്ഷത്തിൽ അവർക്ക് താല്പര്യമില്ലെങ്കിലും പിന്നീട് അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ നാം നടത്തേണ്ടതുണ്ട്. ഇതാണ് 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഭാഗം നമുക്ക് പറയാനുള്ളത്. മനസ്സിലാക്കാൻ പഠിച്ച തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.